ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നോമ്പിൻ്റെ 37-ാം ദിനത്തിൽ നാം ഇന്ന് ആയിരിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വിഷയം ക്രിസ്തു ശരീരമാകുന്ന സഭ എന്നതാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്തിൽ പെസഹ പെരുന്നാളിനോട് സംബന്ധിച്ച് യേശു യെരുശലേം ദേവാലയത്തിൽ പോകുകയും അവിടം ഒരു വാണിഭശാല ആയിരിക്കുന്നത് കണ്ട്, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ നിങ്ങൾ വാണിഭശാലയാക്കരുത് എന്ന് യേശു ശാസിക്കുന്നു. എന്നാൽ നീ നിന്റെ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ ആണെന്നതിൻ്റെ അടയാളം എന്താണ് എന്ന് ചില യഹൂദന്മാർ യേശുവിനോട് മറുപടിയായി ചോദിക്കുന്നു. നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് യേശു ഉത്തരം പറഞ്ഞു. എന്നാൽ യേശു ഇവിടെ ഉദ്ദേശിച്ചത് തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ എന്താണ് ശരീരമാകുന്ന മന്ദിരം? അതിനെപ്പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഈ വിഷയത്തെ ആസ്പദമാക്കി 3 ചിന്തകൾ പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഹൃദയമാകുന്ന ആലയം, ദി ടെമ്പിൾ ഓഫ് ദി ഹേർട്ട്. യഹൂദർക്ക് ജെറുസലേം ദേവാലയം കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ കെട്ടിടമായിരുന്നു. എന്നാൽ നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസത്തിനകം ഞാനിത് പുതുക്കി പണിയും എന്ന് യേശു പറയുന്നു. ഇവിടെ ക്രിസ്തു സംസാരിക്കുന്നത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. നമ്മുടെ സഭ കേവലം ചുവരുകളാൽ നിർമ്മിക്കപ്പെട്ട ഒരിടമല്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ജീവനുള്ള ശരീരമാണ് സഭ. എന്നാൽ നമ്മുടെ ഉള്ളിലെ ദേവാലയം ശുദ്ധമാണോ? ക്രിസ്തു ചാട്ടവാറെടുത്ത് പുറത്താക്കിയ കച്ചവടക്കാരെ പോലെ സ്വാർത്ഥതയും അസൂയയും നമ്മുടെ ഹൃദയങ്ങളിൽ കൂടുകൂട്ടിയിട്ടുണ്ടോ? ഈ നോമ്പ് കാലങ്ങളിൽ നാം അത് ചിന്തിക്കേണ്ടതായുണ്ട്. രണ്ടാമതായി, സ്മരണയും വിശ്വാസവും, റിമംബ്രൻസ് ആൻഡ് ഫെയ്ത്ത്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് ശിഷ്യന്മാർ യേശു പറഞ്ഞ വചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും കഷ്ടപ്പാടുകളിലൂടെയോ പ്രലോഭനങ്ങളിലൂടെയോ കടന്നു പോകുമ്പോൾ ദൈവഹിതം തിരിച്ചറിയാൻ നമുക്ക് പ്രയാസമായിരിക്കും. യുവജനങ്ങളായ നാം സഭയുടെ സജീവ അവയവങ്ങളാണ്. കല്ലിനുമേൽ കല്ല് ശേഷിക്കാത്ത വിധം ലോകം നമ്മെ തകർക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശരീരത്തെയും എന്നേക്കുമായി തകർക്കാൻ ആർക്കും സാധിക്കില്ല. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ് നമ്മുടെ പ്രത്യാശ. നമുക്ക് അവനിൽ വിശ്വസിക്കാം. മൂന്നാമതായി, സഭ ക്രിസ്തുവിന്റെ തുടർച്ച, ചർച്ച് ദി കണ്ടിന്യൂവേഷൻ ഓഫ് ക്രൈസ്റ്റ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ നാം ഓരോരുത്തരും അതിലെ അവയവങ്ങളാണ്. കൈയും കാലും കണ്ണും പോലെ ഓരോരുത്തർക്കും ഓരോരോ ധർമ്മമുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ ക്രിസ്തുവിന്റെ സ്പർശനമാകണം. നമ്മുടെ വാക്കുകൾ ക്രിസ്തുവിന്റെ സന്ദേശമാകണം. നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സാക്ഷ്യമാകണം. ഈ നോമ്പുകാലം വെറും ഭക്ഷണ വർജനത്തിന്റെ കാലമാകരുത്, മറിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിലെ ജീവനുള്ള കോശങ്ങളായി നാം മാറേണ്ട കാലമാണ്. പീഠാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മഹത്വത്തിന്റെ പ്രഭാതമുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിശേഷ ഭാഗം. ക്രിസ്തുവിന്റെ തീക്ഷ്ണത സഭയോടുള്ള സ്നേഹത്തിൽ പ്രകടമായിരുന്നു. അതേ തീക്ഷ്ണത നമ്മിലും ഉണ്ടാകട്ടെ. നമ്മുടെ ഇടവകയെയും അതിലെ വിശ്വാസികളെയും സ്നേഹിക്കാൻ,
അവിടുത്തെ ശരീരത്തിലെ ഓരോ അവയവത്തെയും ആദരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പുകാലം നമ്മുടെ ആത്മീയ ആലയത്തെ ശുദ്ധീകരിക്കാനും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കാനും നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ